ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു ഓണം മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു പഴമൊക്കെ കഴിച്ച് ഞാനിതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാനിവിടെ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസിങ് ക്രീമാണ്. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇത്. എൻ്റെ ഓയിലി സ്കിന്നാണ്, അതിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇത്. അത് ഞാൻ നല്ലോണം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനിതേ പ്ലമ്മിൻ്റെ പ്രൈമറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതേ പ്ലമ്മിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പ്ലമ്മിൻ്റെ 121 ഷെയ്ഡാണെന്ന് എനിക്ക് എൻ്റെ ഒരു ഊഹം ഗൈസ്. അത് ഞാൻ ആദ്യം തന്നെ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ്. എന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. മുടി ഒരു ഇടങ്ങാറാവുന്നത് കൊണ്ട് തന്നെ ഞാനത് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ ഇതേ ഡോട്ട് പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. എന്നതിന് ശേഷമാണ് ഞാൻ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത്. മൊത്തം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്ലഷാണ്. ഞാൻ ഇതിന് മുന്നത്തെ എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്ലഷാണ് കേട്ടോ ഇത്. അത് നല്ലോണം തന്നെ ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലഷ് കുറച്ച് ഓവറായിപ്പോയി എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. ഞാനത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മായ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരുങ്ങുന്നതൊക്കെ. അപ്പം കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂ. എന്നതിന് ശേഷം ഞാനിതേ കളേഴ്സിൻ്റെ ഐബ്രോ ജെല്ലാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഗൈസ്. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ ഏച്ചി പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയത്. അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്ററാണ് കേട്ടോ എടുക്കുന്നത്. ഇതും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കിടിലം പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ കവളിൻ്റെ അടുത്തും അതുപോലെ തന്നെ നോസിൻ്റെ അടുത്തും അതുപോലെ തന്നെ ചുണ്ടിൻ്റെ അടുത്തൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഐ ഷേഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മേബലിൻ്റെ ഒരു ഐ ഷേഡോ പാലറ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു ഷേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ വരയ്ക്കുമ്പോൾ ഇത് കുറച്ച് ഓവറായിപ്പോയി. എന്നതിന് ശേഷം ഞാനത് പിന്നെയും മായ്ച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും അപ്ലൈ ചെയ്യുകയാണ് ഗൈസ്. എന്നാൽ അങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലാണ് ആ കറക്റ്റ് ഒരു സംഭവം നമുക്ക് വരും ഗൈസ്. ഇപ്പം നോക്കും, മൂക്കിനൊക്കെ ഒരു ഷേപ്പൊക്കെ വന്നില്ലേ. എന്നതിന് ശേഷം ഞാൻ വീണ്ടും ഹൈലൈറ്റർ എടുത്തിട്ട് നമ്മൾ ഐ ഷേഡോ വരച്ചതിൻ്റെ കുറച്ച് മേലെ കൂടി ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
പിന്നെ ഐലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേബലിൻ്റെ തന്നെ ഐലൈനറാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ എക്സ്പ്രഷൻ കണ്ട ആരും തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്. ഞാൻ ഫോണിൽ നോക്കിയിട്ടായിരുന്നു അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതാണ് കേട്ടോ എൻ്റെ മുഖം ഇങ്ങനെ. ആരും പേടിക്കണ്ട. നല്ലോണം വാലൊക്കെ എഴുതി ഞാൻ സെറ്റായി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലിപ് ലൈനർ എടുത്തിട്ട് ഇത് മാസിൻ്റെ ആണ് കേട്ടോ. ഇതൊരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ്. ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് നല്ല ഭംഗിയിൽ കിടക്കും. ഞാനിത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ജാസ്മിൻ ജാഫറുടെ വീഡിയോയിലാണ്. അടിപൊളിയായിട്ടുണ്ടാവും ലിപ്പ്. അങ്ങനെ ഞാൻ നല്ലോണം ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാസിൻ്റെ ഗേൾ പവർ എന്ന ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അത് വാങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ വേറൊന്നും യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. അങ്ങനെ ഒരു പൊട്ട് കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് നേരെ ഹെയർ സ്റ്റൈലിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. എന്നതിന് ശേഷം ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയത്. സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഞാനിത് ഓരോ മുടിയായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഓരോ മുടിയെടുത്ത് ഞാൻ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പഫ് എന്നുള്ള രീതി കിട്ടും. അതാണ് കുറച്ചും കൂടി കാണാൻ ഭംഗി. അങ്ങനെ രണ്ട് സൈഡും സെറ്റാക്കിയതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങളിതാ കാണുന്നത് ഗൈസ്. ഹെയർ സെറ്റായി വരുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹെയർ സ്റ്റൈല്. പിന്നെ കുറച്ച് സ്റ്റൈലായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് മുടിയൊക്കെ എടുത്ത് മുന്നോട്ടേക്ക് എടുത്തിടുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും മുടി അയച്ചിട്ടിട്ടാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഞാനൊരു വെറൈറ്റിക്ക് മുടി കുറച്ച് പൊന്തിച്ച് കെട്ടി നോക്കി. എന്നതിന് ശേഷം അതൊരു ബണ്ണാക്കിയാലോ എന്ന് വരെ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ബണ്ണിലാണ് എത്തിയത് ഗൈസ്. അങ്ങനെ ഞാൻ ബണ്ണ് സെറ്റ് ചെയ്തു. പിന്നെ മുല്ലപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക്, എൻ്റെ ഹെയർ സ്റ്റൈല്. അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.